സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നട്ടം തിരിയുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യ എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യലാണ് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഇന്ത്യ ഇൻഡസ് വാലി ട്രീറ്റി അഥവാ സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാൻ ഷിംല കരാർ റദ്ദാക്കി. അത് പാകിസ്ഥാൻ ഒരു വലിയ അബദ്ധമായിരുന്നു കാണിച്ചിരുന്നത്. ഇന്ത്യ ചെയ്യുന്നത് പോലെ പാകിസ്ഥാൻ ചെയ്യാൻ നിന്നാൽ പാകിസ്ഥാന് അത് താങ്ങില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യ ഇപ്പോൾ വ്യോമാതിർത്തി അടച്ച് ഞോട്ടാം പ്രഖ്യാപിച്ച് ഇന്ത്യ പല വ്യോമാഭ്യാസങ്ങളും നടത്തുന്നുണ്ട്. പാകിസ്ഥാനും ഇതുപോലെ വ്യോമാതിർത്തി അടച്ചിരുന്നു. പക്ഷേ അത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ളൊരു പ്രക്രിയയായിരുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടയ്ക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. അത് ഇപ്പോൾ അവർക്ക് ഒരു വലിയ ഭാരമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചതിനാൽ 2 മാസത്തിനുള്ളിൽ ഏകദേശം 4.10 ബില്യൺ പാകിസ്ഥാൻ രൂപ, അതായത് ഏകദേശം 410 കോടി രൂപ നഷ്ടമായതായിട്ടാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിലാണ് ഈ വിവരങ്ങൾ നൽകിയത്. വെള്ളിയാഴ്ച പാകിസ്ഥാൻ ദേശീയ അസംബ്ലി ചേർന്നു, ഈ വിവരം പങ്കുവച്ചു. ഏപ്രിൽ 23 ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചത്. ഇത് പാകിസ്ഥാൻ തന്നെ വലിയ കെണിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ്. എന്തായാലും 2025 ഏപ്രിൽ 24 മുതൽ ജൂൺ 30 വരെ എടുത്ത ഈ നടപടി പാകിസ്ഥാന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ഈ കാലയളവിൽ ഏകദേശം 100 മുതൽ 150 ഇന്ത്യൻ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. എന്നിരുന്നാലും പരമാധികാരവും ദേശീയ പ്രതിരോധവും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് മുകളിലാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഡോൺ പത്രം വലിയ കാര്യത്തിൽ റിപ്പോർട്ടും ചെയ്തിരുന്നു. എന്തായാലും രാജ്യത്തിൻ്റെ സുരക്ഷയാണ് പരമപ്രധാനമെന്ന് പാക് പ്രതിരോധ മന്ത്രി വലിയ കാര്യത്തിൽ പറഞ്ഞെങ്കിലും ഇപ്പോൾ പാകിസ്ഥാൻ മൊത്തത്തിൽ നിലവിളിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പാകിസ്ഥാന് വൻ സാമ്പത്തിക നഷ്ടമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ചെറിയ ചില മേഖലകളിലാണ് ഇപ്പോൾ പാകിസ്ഥാന് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നത്. അതിലൊന്നാണ് ഈ വ്യോമാതിർത്തി തുറന്നു കൊടുക്കൽ അല്ലെങ്കിൽ വ്യോമപാത തുറന്നു കൊടുക്കൽ എന്ന് പറയുന്നത്. അതും കൂടെ നിന്നപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ വലിയ കടക്കണിയിലേക്ക് നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.